വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ മച്ചാമാരെ. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഇന്നത്തെ കുറച്ച് തിരക്കാരുന്നതുകൊണ്ട് നമ്മൾ ഇന്നലെ വീഡിയോ ഇടാഞ്ഞ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നോക്കാം, കയറി നോക്കാം എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന്. ഓക്കെ, നെറ്റ് കുറച്ച് ഷോക്കാണ് ഗൈസ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തായാലും മെഷീൻസിലേക്ക് പോവാം. നമുക്ക് എന്തായാലും നോക്കാം എന്താ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം ഗൈസ്, പലരും വീഡിയോ കാണുന്നുണ്ട് ഗൈസ്. നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നോക്കാം. അതിൻ്റെ PvE മാച്ച് ഗൈസ്, PvE മാച്ച് എന്തായാലും 6 കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. നിങ്ങൾ പരമാവധി എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. പരമാവധി ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആക്കിയ ലെജൻസ് അസംബ്ലിൻ്റെ ഫ്രീ സ്പിന്നും 13th ആനിവേഴ്സറി ഫ്രീ സ്പിൻ എടുത്തൊക്കെ നോക്കാം. പിന്നെ കോയിൻസൊന്നും വിട്ടാളെ, കോയിൻസൊക്കെ പരമാവധി എടുക്കാൻ നോക്കാം. പിന്നെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്തായാലും 16 കിട്ടുമെന്നാണ് തോന്നുന്നത്. നമുക്ക് തന്നെ 14 കിട്ടും. 16 കാര്യം അറിഞ്ഞിടുക നോക്കാം. കുറേ രണ്ട് ഒബ്ജക്റ്റീവ്സും ഉണ്ട്. പിന്നെ കോയിനൊക്കെ എടുത്ത് വെച്ചാൽ നോക്കാം. 2 കമ്മിങ് സൂണാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും തിങ്കളാഴ്ച എല്ലാം വരുമായിരിക്കും. എന്തായാലും നോക്കാം ഗൈസ്. പിന്നെ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഗൈസ്, പിന്നെ ഗൈസ് നോക്കാം എന്താന്ന്. ഓക്കെ, ഗൈസ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി മാച്ച് കംപ്ലീറ്റ് ആക്കാൻ ഗോൾഡ് സ്കില്ലപ്പിൻ്റെ കയറി കളിച്ചാൽ മതി. പെട്ടെന്ന് തീരും മാച്ച്. അതെന്തായാലും കാര്യം ശ്രദ്ധിക്കുക. സമയമില്ലാത്തവരൊക്കെ അങ്ങനെ നോക്കുക, അല്ലാത്തവരൊന്നും കളിക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ മാച്ച് ഫ്ലെക്സിബിളിൻ്റെ അതിൻ്റെകത്താണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രീ സ്പിൻ കിട്ടുന്നുണ്ട്. 13th ആനിവേഴ്സറിയുടെ 3 ഫ്രീ സ്പിന്നിൽ കിട്ടുക ഗൈസ്. നിങ്ങൾ എത്രത്തോളം കാണുമ്പോൾ ഇത്രയും കിട്ടുമെന്ന് വിചാരിക്കില്ലേ. ഫസ്റ്റ് എന്നിട്ടാണെങ്കിൽ ബിഗിനറും ആമേച്ചറും കളിക്കരുത്, ഫ്രീ സ്പിൻ കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള റെഗുലർ മുതലുള്ള അങ്ങോട്ട് കളിക്കാൻ നോക്കുക. ഏതെങ്കിലും ഒരെണ്ണം കളിച്ചാൽ മതി, ഫ്രീ സ്പിൻ കിട്ടും, ഒന്നേ കിട്ടത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ ചാലഞ്ചിൻ്റെകത്താണെങ്കിൽ പ്രൊഫഷണൽ മുതൽ കളിക്കാൻ നോക്കുക. അവിടെ മുതൽ കളിച്ചാൽ ടോപ്പ് പ്ലെയർ മുതൽ കളിക്കാൻ നോക്കുക. അവിടെ മുതൽ കളിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഫ്രീ സ്പിൻ കിട്ടും. ഒരു ഫ്രീ സ്പിന്നെ കിട്ടും. പിന്നെ 3ാമത്തെ ചാലഞ്ചിൻ്റെ നോക്കുമ്പോൾ സൂപ്പർ സ്റ്റാർ ലെജൻഡോ കളിക്കുക, ഒരു ഫ്രീ സ്പിൻ എടുക്കുക. അങ്ങനെ 3, 4, 7 ഫ്രീ സ്പിന്നോളം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് വെച്ച് കറക്റ്റ് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് എൻകൗണ്ടർ സ്റ്റാർസിൻ്റെ ഒരു ഫ്രീ സ്പിൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇവൻറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. എൻകൗണ്ടർ സ്റ്റാർസിൻ്റെ ഫ്രീ സ്പിന്ന് എന്തായാലും ഫ്രീ സ്പിൻ മാത്രം കറക്കാൻ നോക്കാം. പിന്നെ നമുക്ക് ഇന്ന് നമുക്ക് 2 പാക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തായാലും കോൾ പാമ്പറിൻ്റെ പാക്ക് നോക്കാം. അതിനകത്താണ് കോൾ പാമ്പർ ബിഗ് ടൈമാണ്, പിന്നെ പെഡ്രോ ഉണ്ട്, പിന്നെ ആണെങ്കിൽ മാർക്കിനോസ് ഉണ്ട്. കോയിൻ ഒരുപാടുള്ളവരാണെങ്കിൽ കറക്കിക്കൊള്ളാനേ പറയാം. അല്ലാത്ത CV ഒക്കെ സിഡാനൊക്കെ വരാനുണ്ട്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ അത്ര 100 കറക്കി നോക്കാം. പിന്നെ ബിറ്റ്സ്കേറിൻ്റെ പാക്കാണ്, നേരത്തെ വന്ന പാക്കാണ്. അതിനകത്താണ് ഡെൽപിയർ, സൂപ്പർ കാർഡാണ്. ഓൾറെഡി കേളിൻ്റെ പേര് കേട്ട ആളാണ് ഡെൽപിയറോ. ഓക്കെ, എന്തായാലും അങ്ങനെ നോക്കുക. ഓക്കെ, പിന്നെ നമുക്ക് 2 പ്ലേയേഴ്സിനെ കൊണാമി ആഡ് ചെയ്തിട്ടുണ്ട് ലെജൻസ് അസംബ്ലി. അത് പുയോളും കസ്റ്റിയാസും. പക്ഷേ റേറ്റിംഗ് കുറഞ്ഞതാണ്. ബാക്കി 2 പ്ലേയേഴ്സ് എന്തൊക്കെയായാലും റൂണിയും പേര് ആകാനാണ് ചാൻസ്. അവരുടെ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ ഫ്രീ സ്പിന്നിൻ്റെ സ്റ്റാറ്റ്സേ ഉള്ളൂ അവർക്ക്. പിന്നെ ബാക്കി 10 പ്ലേയേഴ്സിന് കൊണാമി എന്തായാലും മൺഡേ ഉള്ള ലൈവിലൂടെ കൊണാമി എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫ്രീ സ്പിന്നൊക്കെ എല്ലാവരും കറക്കാൻ നോക്കുക, കളിച്ചെടുത്ത് കറക്കാൻ നോക്കുക. ഓക്കെ, അത് അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് പറയാൻ. പിന്നെ നമ്മളെന്തായാലും ഇതിൻ്റെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ എൻ്റെ അകത്ത് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിനും വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്.